Hi all. Engineering Mechanics Lecture 3 നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് ഫസ്റ്റ് വൺ ഫ്രീ ബോഡി ഡയഗ്രാം, ദെൻ ഇക്വിലിബ്രിയം, ലാമിസ് തിയറം ആൻഡ് വാനിങ്ടൺസ് തിയറം. ഫസ്റ്റ് വൺ ഫ്രീ ബോഡി ഡയഗ്രാം. Free body diagram is a graphical illustration of all the forces, moment and resultant reactions acting at a body in a given condition. സോ ഒരു ബോഡി അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ ഒബ്ജക്റ്റിൽ ഒരു ഗിവൺ കണ്ടീഷനിൽ ആക്ട് ചെയ്യുന്ന എല്ലാ ഫോഴ്സസും മൊമെൻറ്റ്സും റിയാക്ഷൻസിനെയൊക്കെ ഗ്രാഫിക്കലി ഇല്ലുസ്ട്രേറ്റ് ചെയ്യുന്നതാണ് ഫ്രീ ബോഡി ഡയഗ്രാം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഈ കേസിൽ ഒരു ലേഡർ വാൾ അഗെയിൻസ്റ്റ് ലീൻ ചെയ്യുന്നുണ്ട്. ആ ലേഡർ ലീനിങ് അഗെയിൻസ്റ്റ് എ വാൾ. ഇതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാമാണ് താഴെ ഷോ ചെയ്തിട്ടുള്ളത്. വെയ്റ്റ് mg താഴോട്ട് സെൻട്രൽ പോയിന്റ് ആക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ കോൺടാക്ട് സർഫസിൽ നിന്ന് റിയാക്ഷൻ ഫോഴ്സസ് RW RF ആക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഫ്ലോറും വോളും റഫായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ ഫ്രിക്ഷൻ ഫോഴ്സ് ഉണ്ട്. അതാണ് ഇവിടെ ഷോ ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മൾ പറയുമ്പോൾ ടോപ്പിക് ഇക്വിലിബ്രിയം. ഇത് മെയിൻലി ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ബേസ്ഡ് ചെയ്തിട്ടാണ്. Newton's first law states that a body tends to be in the state of rest or of uniform motion unless and until an external force acts. So ആ ബോഡി അതിൻ്റെ റെസ്റ്റ് അല്ലെങ്കിൽ സ്റ്റേഷനറി പൊസിഷനാണ് അല്ലെങ്കിൽ യൂണിഫോം മോഷനിലാണ്. ആ ഒരു കേസിൽ ആ ബോഡി ഇക്വിലിബ്രിയമാണ്. കാരണം അവിടെ ചേഞ്ച് ഇൻ സ്റ്റേറ്റ് സംഭവിക്കുന്നില്ല. ഈ യൂണിഫോം മോഷൻ്റെ കേസിൽ ആക്സിലറേഷൻ ഉണ്ടാവുന്നില്ല. സോ ആ ബോഡി അവിടെ ഇക്വിലിബ്രിയത്തിലാണ്. നെറ്റ് ഫോഴ്സ് ഈക്വൽ ടു 0 ആണെങ്കിൽ അത് ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയമാണ്. നെറ്റ് മൊമെൻറ്റം ഈക്വൽ ടു 0 ആണെങ്കിൽ അത് റൊട്ടേഷണൽ ഇക്വിലിബ്രിയമാണ്. ഇപ്പം ഗേറ്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് രണ്ട് ഇക്വിലിബ്രിയം കണ്ടീഷൻസ് ഉണ്ട്. പാർട്ടിക്കൽ ഇക്വിലിബ്രിയം കണ്ടീഷൻസും റിജിഡ് ബോഡി ഇക്വിലിബ്രിയം കണ്ടീഷൻസും. ഈ പാർട്ടിക്കൽ ഇക്വിലിബ്രിയം കണ്ടീഷനിൽ ഇപ്പോൾ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് F1, F2, F3, F4 ഇങ്ങനെ ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ട്. സോ അവിടെ നെറ്റ് ഫോഴ്സ് എന്ന് വെച്ചാൽ F1 പ്ലസ് F2 പ്ലസ് F3 പ്ലസ് F4 ഈക്വൽ ടു 0 വരും. പാർട്ടിക്കൽ ഇക്വിലിബ്രിയം കേസ് നമ്മൾ ചെറിയൊരു പാർട്ടിക്കിൾ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ചെറിയൊരു പാർട്ടിക്കിൾ. സോ അവിടെ കൺകറൻറ്റ് ഫോഴ്സ് സിസ്റ്റം ആയിരിക്കും. കാരണം അവിടെ രണ്ട് Fxും Fy ആക്സിസ് മാത്രമേ കാണുള്ളൂ. അവിടെ റൊട്ടേഷൻ സംഭവിക്കുന്നില്ല. അതുകൊണ്ട് സോ അവിടെ മൊമെൻറ്റം നമ്മൾ കൺസിഡർ ചെയ്യാറുള്ളൂ. സോ അവിടെ രണ്ട് അൺനോൺസേ കാണുള്ളൂ. സിഗ്മ Fx ഈക്വൽ ടു 0, സിഗ്മ Fy ഈക്വൽ ടു 0. കാരണം ചെറിയ പാർട്ടിക്കിൾ ആയതുകൊണ്ട് അവിടെ റൊട്ടേഷൻസ് നോക്കുന്നില്ല. റൊട്ടേഷൻ നമുക്ക് അറിയാൻ പറ്റില്ല. ബട്ട് റിജിഡ് ബോഡി കേസ് എടുക്കുകയാണെങ്കിൽ ഒരു റിജിഡ് ബോഡി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ സിഗ്മ Fx ഉണ്ട്, സിഗ്മ Fy ഉണ്ട്, ദെൻ അവിടെ ഒരു റൊട്ടേഷൻ കൂടെ ആക്ട് ചെയ്യുന്നുണ്ട്. സോ അവിടെ മൊമെൻ്റ് ഉണ്ട്, റൊട്ടേഷൻ ഉണ്ട് റിജിഡ് ബോഡി കേസ് ആണെങ്കിൽ. സോ അവിടെ ഉള്ള ഇക്വേഷൻ സിഗ്മ Fx ഈക്വൽ ടു 0, സിഗ്മ Fy ഈക്വൽ ടു 0, സിഗ്മ M ഈക്വൽ ടു 0. ഈ കേസിൽ 3 അൺനോൺസ് ആണ് വരുന്നത്. പാർട്ടിക്കൽ ഇക്വിലിബ്രിയം കേസിൽ 2 അൺനോൺസും റിജിഡ് ബോഡി ഇക്വിലിബ്രിയം കേസിൽ 3 അൺനോൺസുമാണ് വരുന്നത്. ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയത്തിൽ നമുക്ക് ഫോഴ്സ് പോളിഗൺ ക്ലോസ് അറിയാൻ കിട്ടുന്നത്. റൊട്ടേഷൻ ഇക്വിലിബ്രിയത്തിൽ ഫ്യൂണിക്കുലർ പോളിഗൺ ക്ലോസ് ആയിരിക്കും വരുന്നത്. മൊമെൻറ്റം ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. നമുക്കറിയാം മൊമെൻറ്റം ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അടുത്ത് പറയാൻ പോകുന്ന ഒരു കോപ്ലാനർ സിസ്റ്റമാണ്. അല്ലെങ്കിൽ ഒരു നോൺ കോപ്ലാനർ സിസ്റ്റത്തിൽ കൺകറൻറ്റും നോൺ കൺകറൻറ്റും ഫോഴ്സസും പാസ് ചെയ്യുന്ന ടൈമിലുള്ള കിട്ടുന്ന റിസൾട്ടൻറ്റും ഇക്വിലിബ്രിയം കണ്ടീഷൻസുമാണ്. ആദ്യം കോപ്ലാനർ സിസ്റ്റത്തിൻ്റെ കേസ് നോക്കാം. കോപ്ലാനർ സിസ്റ്റത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഒരൊറ്റ പ്ലെയിനിൽ കൂടെ ആയിരിക്കും എല്ലാ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സസ് പാസ് ചെയ്യണം. അപ്പോൾ കോപ്ലാനർ സിസ്റ്റത്തിൻ്റെ കേസിൽ സിഗ്മ Fxും സിഗ്മ Fyയും മാത്രമേ കാണുള്ളൂ. സിഗ്മ Fxും Fyയും മാത്രമേ കാണുള്ളൂ. സോ നമ്മുടെ കൺകറൻറ്റ് ഫോഴ്സസ് പാസ് ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ടൻറ്റ് √(Fx²) പ്ലസ് Fy². നോൺ കൺകറൻറ്റ് പാസ് ചെയ്താലും റിസൾട്ട് സെയിം ആയിരിക്കും. കാരണം ഒറ്റ പ്ലെയിൻ ആണ്, Fx Fy മാത്രമേ ഉള്ളൂ. സോ √(Fx²) പ്ലസ് Fy².
ബട്ട് എൻ്റെ ഇക്വിലിബ്രിയം കണ്ടീഷൻ വരുന്ന കേസിൽ കൺകറൻറ്റ് ഫോഴ്സ് സിസ്റ്റം ആണെങ്കിൽ ഇക്വിലിബ്രിയം കണ്ടീഷൻ സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു 0, സിഗ്മ എഫ് ഐ ഈക്വൽ ടു 0. ബട്ട് നോൺ കൺകറൻറ്റ് ഫോഴ്സ് സിസ്റ്റമാണ് കോപ്ലാനർ കൂടെ പാസ് ചെയ്യണമെങ്കിൽ എൻ്റെ ഇക്വിലിബ്രിയം കണ്ടീഷൻസിൽ സിഗ്മ എം മൊമെൻറ്റം ഈക്വൽ ടു 0 കൂടെ വരും. കാരണം ഇപ്പം ഒരു ബീം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ഇങ്ങനെ കുറച്ച് ഫോഴ്സസ് ആക്ട് ചെയ്യാൻ നോക്കും വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ദി ഫോഴ്സസ് സെയിം പോയിന്റിൽ കൂടെ അല്ല പാസ് ചെയ്യുന്നത്, ഡിഫറെൻറ്റ് പോയിന്റിൽ കൂടെയാണ്. സോ അവിടെ ഒരു മൊമെൻറ്റം ഉണ്ട്. അതുകൊണ്ടാണ് നോൺ കൺകറൻറ്റ് ഫോഴ്സിൻ്റെ കേസിൽ സിഗ്മ എം ഈക്വൽ ടു 0 കൂടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ദെൻ നോൺ കോപ്ലാനർ സിസ്റ്റം നോക്കാം. നോൺ കോപ്ലാനർ എന്ന് വെച്ചാൽ ഒരൊറ്റ പ്ലെയിനിലല്ല, വേറെയും പ്ലെയിൻസ് ഉണ്ടാവും. സോ അവിടെ എഫ് എക്സ് ഉണ്ട്, എഫ് വൈ ഉണ്ട്, എഫ് ഇസഡും ഉണ്ട്. നോൺ കോപ്ലാനർ സിസ്റ്റത്തിൽ കൺകറൻറ്റ് ഫോഴ്സസ് പാസ് ചെയ്യുമ്പോൾ റിസൾട്ടും കിട്ടുന്ന റൂട്ട് ഓഫ് എഫ് എക്സ് സ്ക്വയർ പ്ലസ് എഫ് വൈ സ്ക്വയർ പ്ലസ് എഫ് ഇസഡ് സ്ക്വയർ. കാരണം സെയിം പ്ലെയിൻ അല്ല, സോ എഫ് ഇസഡും കൂടെ വരും. ഇക്വിലിബ്രിയം കണ്ടീഷൻ സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു 0, സിഗ്മ എഫ് ഐ ഈക്വൽ ടു 0, സിഗ്മ എഫ് ഇസഡ് ഈക്വൽ ടു 0. കാരണം ലൈൻ ഓഫ് ദി ആക്ഷൻ ഓഫ് ദി ഫോഴ്സ് സെയിം പോയിന്റിൽ കൂടെയാണ് പാസ് ചെയ്യുന്നത്, സോ അവിടെ മൊമെൻറ്റം ഇല്ല. ബട്ട് നോൺ കൺകറൻറ്റ് ഫോഴ്സ് സിസ്റ്റം ആണെങ്കിൽ റിസൾട്ടും സെയിം ആയിരിക്കും, റൂട്ട് ഓഫ് എഫ് എക്സ് സ്ക്വയർ പ്ലസ് എഫ് വൈ സ്ക്വയർ പ്ലസ് എഫ് ഇസഡ് സ്ക്വയർ. ബട്ട് ഇക്വിലിബ്രിയം കണ്ടീഷനിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൊമെൻറ്റം ഉണ്ട്. സോ ബാക്കിയെല്ലാ ഫോഴ്സ് സിസ്റ്റം സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു 0, എഫ് ഐ ഈക്വൽ ടു 0, എഫ് ഇസഡ് ഈക്വൽ ടു 0. അതേപോലെ തന്നെ മൊമെൻറ്റം വരുന്നു സിഗ്മ എം എക്സ് ഈക്വൽ ടു 0, സിഗ്മ എം വൈ ഈക്വൽ ടു 0 ആൻഡ് സിഗ്മ എം ഇസഡ് ഈക്വൽ ടു 0. One Lami's theorem. Lami's theorem states that for three concurrent coplanar forces acting on a body, each force is proportional to the sine of the angle between the other two forces. So ഇപ്പോൾ F1 എന്നൊരു ഫോഴ്സ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ F1 എന്ന ഫോഴ്സ് അതർ ടു ഫോഴ്സസ് F2 F3 ഫോഴ്സിൻ്റെ ഇടയിലുള്ള ആംഗിൾ ആൽഫയുടെ സൈനിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. സോ അങ്ങനെയാണ് നമുക്ക് F1 ബൈ സൈൻ ആൽഫ എന്ന് പറയുന്നത്. സെയിം ഗോസ് വിത്ത് F2. ഇപ്പോൾ F2ൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ F2 എന്നുള്ള ആ ഒരു ഫോഴ്സ് F1 F3യുടെ ഇടയിലുള്ള ആംഗിൾ ബീറ്റയുടെ സൈനിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. സോ അങ്ങനെ നമുക്ക് ഇക്വേഷൻ കിട്ടും F1 ബൈ സൈൻ ആൽഫ ഈക്വൽ ടു F2 ബൈ സൈൻ ബീറ്റ ഈക്വൽ ടു F3 ബൈ സൈൻ ഗാമ. ഈ ലാമിസ് തിയറിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. 3 ഫോഴ്സസ് ഉള്ള കേസിൽ മാത്രമേ ലാമിസ് തിയറം അപ്ലൈ ചെയ്യാം. മോർ ദൻ 3 ഫോഴ്സ് ആണെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പിന്നെ കോപ്ലാനർ ആയിരിക്കണം, കൺകറൻറ്റ് ഫോഴ്സ് ആയിരിക്കും ആക്ട് ചെയ്യണം, പിന്നെ ഇക്വിലിബ്രിയം കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. നെക്സ്റ്റ് വൺ വാനിഗ്നസ് തിയറം. By Vaningness theorem, it states that the sum of momentum of all the forces in a coplanar system will be equal to the moment produced by the resultant of the forces. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു കോപ്ലാനർ സിസ്റ്റം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ സിസ്റ്റത്തിൽ ആക്ട് ചെയ്യുന്ന എല്ലാ ഫോഴ്സിൻ്റെയും മൊമെൻറ്റത്തിൻ്റെ സം ആയിരിക്കും അവിടുത്തെ റിസൾട്ടൻറ്റ് ഫോഴ്സിലുള്ള മൊമെൻറ്റം. ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഫിഗറിൽ കോപ്ലാനർ സിസ്റ്റത്തിൽ ആക്ട് ചെയ്യുന്ന 2 ഫോഴ്സസ് ആണ് ഫോഴ്സ് പി, ഫോഴ്സ് Q. Then by parallelogram law, ഈ ഫോഴ്സ് പിയും ഫോഴ്സ് ക്യൂ അഡ്ജസൻറ്റ് സൈഡ്സ് ഓഫ് ദി പാരഗ്രാം വരെ റെപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഡയഗണൽ ആ പോയിന്റിൽ കൂടി പാസ് ചെയ്യുന്ന ഡയഗണൽ ആയിരിക്കും അതിൻ്റെ റിസൾട്ടൻറ്റ് ഫോഴ്സ്. ഇത് നമ്മൾ ഒരു ആർബിട്രറി പോയിന്റ് O കൺസിഡർ ചെയ്യണം. ആ ഒരു ആർബിട്രറി പോയിന്റ് Oയിൽ നിന്ന് ഫോഴ്സ് ക്യൂവിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് D2, ഫോഴ്സ് ആറിലുള്ള റിസൾട്ടൻറ്റ് ഫോഴ്സിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് D ആൻഡ് ഫോഴ്സ് പിയിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് D1. ദെൻ മൊമെൻറ്റം നമുക്കറിയാം ഫോഴ്സിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. സോ ഫോഴ്സ് ക്യൂയുടെ മൊമെൻറ്റം Q ഇൻറ്റു D2 നമുക്ക് കിട്ടും. ഫോഴ്സ് പിയുടെ മൊമെൻറ്റം P ഇൻറ്റു D1 ആൻഡ് റിസൾട്ടൻറ്റ് ഫോഴ്സിൻ്റെ മൊമെൻറ്റം R ഇൻറ്റു D. So with the Vaningness law or Vaningness theorem, the momentum produced by the forces by all the forces in a coplanar system will be equal to the resultant
ഈക്വൽ ടു ദ മൊമെൻറ്റം പ്രൊഡ്യൂസ്ഡ് ബൈ ദ റിസൾട്ടൻറ്റ് ഫോഴ്സ്. അങ്ങനെ നമുക്ക് ഈ ഒരു എക്സ്പ്രഷൻ കിട്ടുന്നത്. ദെൻ ഇത് കുറച്ച് യൂണിറ്റ് കൺവേർഷൻസ് ആണ്. ഇത് പ്രോബ്ലംസ് ചെയ്യുന്ന കേസിൽ ഹെൽപ്ഫുൾ ആയിരിക്കും. 1 kgf equal to 9.81 Newton, 1 dyne equal to 10⁻⁻5 Newton, 1 PDL നമ്മൾ പറഞ്ഞു PDL പൗണ്ടിലാണ് റിപ്രസെൻറ്റ് ചെയ്യണം, equal to 0.138 Newton, 1 Newton equal to 7.233 PDL.